അച്ഛന്റെ മുഖം പെട്ടെന്ന് മാറിയല്ലോ. മോള് കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെയല്ല പ്രതീക്ഷിച്ചത്, ചിന്നുനെ ആയിരുന്നല്ലേ. എന്നെ ഇവിടെ ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണം ഞാൻ തന്നെയാ. അതും കൂടെ നേരിട്ട് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് കരുതിയാ ഞാനിപ്പോ വന്നത്. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. നീയാണ് വന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാണാൻ കൂട്ടാക്കില്ലായിരുന്നു. അതെനിക്കറിയാം. ഞാൻ വന്നത് അച്ഛനോട് ചിലത് പറയാനാ. അന്ന് അമ്പലത്തിൽ വെച്ച് പോലീസിനെ വിളിച്ചത് ഞാനാ. അച്ഛ കേൾക്കുമ്പോ ഞാൻ വലിയ പാപം ചെയ്തു എന്നൊക്കെ തോന്നുമായിരിക്കും. അച്ഛന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഞാനത് ചെയ്തത്. അമ്മയും ചിന്നുവും ആ വീട്ടിലായതുകൊണ്ട് സേഫാ. പുറത്തിറങ്ങി നടക്കുന്ന അച്ഛൻ എപ്പ വേണമെങ്കിലും അപകടത്തിലാവാം. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ വിഷമം തോന്നുമെങ്കിലും അച്ഛന് ഇതിലും സേഫായ ഒരിടം മറ്റേതുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചിന്നു അച്ഛനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും. കൂടുതലും അവളെന്നെ കുറ്റപ്പെടുത്തിയിട്ടാവും സംസാരിച്ചിട്ടുണ്ടാവുക. അതും എനിക്കറിയാച്ച. അവള് പറഞ്ഞതൊക്കെ ശരിയാച്ച. അമ്മയും അവളെയും പല രീതിക്ക് ഞാൻ ഉപദ്രവിക്കുന്നുണ്ട്, മനഃപൂർവ്വം തന്നെ. അത് എനിക്ക് അവരോട് സ്നേഹമില്ലാത്തോണ്ടോ പഴയതൊക്കെ ഞാൻ മറന്നതുകൊണ്ടോ അല്ല. എന്റെ അച്ഛനെയും അമ്മയും അനിയത്തെയും നല്ല രീതിക്ക് എനിക്ക് നോക്കണമെന്നുണ്ട്. അതിനെനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുകൊണ്ടാ അവരോട് ഞാൻ കൂടുതൽ അടുപ്പം കാണിച്ചാൽ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോവും. അതുകൊണ്ട് മാത്രാ ഞാൻ പറഞ്ഞ അമ്മയും ചിന്നുനെയും അപ്പ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അവരെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാനാച്ചാ. അതെന്തിനാന്നറിയോ? എന്റെ അമ്മയും അനിയത്തെയും എനിക്ക് സ്നേഹിക്കാൻ, അവരെന്റെ കൂടെ സുരക്ഷിതമായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഉറപ്പുവരുത്താൻ. കുറച്ചു നാളൂടെ കഴിയുമ്പോ എന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അത് കഴിഞ്ഞ് നിങ്ങൾ 3 പേരെയും സുരക്ഷിതായ ഒരിടത്തേക്ക് ഞാൻ മാറ്റും. അതുവരെ എന്നോടുള്ള അവരുടെ വെറുപ്പും ദേഷ്യവും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് മാറണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. മാറിയ ചിലപ്പോ എന്നെ കൈവിട്ടു പോവും.